1997 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് സ്റ്റാർഷിപ്പ് ട്രൂപ്പേഴ്സ്. വലിയ പ്രാണികളെ പോലത്തെ അന്യഗ്രഹ ജീവികൾ ഉൽക്കകൾ അയച്ച് ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർ അങ്ങോട്ട് ചെന്ന ആ ഏലിയൻസിനെ തിരിച്ചാക്രമിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. സമീപകാലത്തെ ഭാവിയിലാണ് കഥ നടക്കുന്നത്. മനുഷ്യരാശി ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ബഹിരാകാശ യാത്രകളൊക്കെ ചെയ്യാൻ പ്രാപ്തരായി. ഗാലക്സിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യരാശി വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഗാലക്സിയുടെ അങ്ങേയറ്റത്തിൽ പ്രാണികളെ പോലത്തെ ഒരു ഏലിയൻ സമൂഹത്തിനെ കണ്ടെത്തി. ക്ലെൻഡാത്തു എന്നൊരു ഗ്രഹമാണ് അവരുടെ ഹോം വേൾഡ്. പക്ഷെ അതിനു പുറമെ വേറെയും ഒരുപാട് ഗ്രഹങ്ങൾ അവയ്ക്കുണ്ട്. പ്രാണികളെ പോലത്തെ ഏലിയൻസ് ആയതുകൊണ്ട് അവയെ ബഗ്സ് എന്നാണ് വിളിക്കുന്നത്. അവരെ കണ്ടെത്തിയ നാൾ മുതൽ പിന്നെ അവരും മനുഷ്യരും തമ്മിൽ ഗാലക്സിയുടെ അധികാരത്തിനു വേണ്ടി എപ്പോഴും യുദ്ധമാണ്. മനുഷ്യരെ കൊല്ലാൻ വേണ്ടി അവരിടയ്ക്കിടയ്ക്ക് വലിയ ഉൽക്കകളെ ഭൂമിക്ക് നേർക്ക് അയക്കാറുണ്ട്. കുറെ സോൾജേഴ്സ് ഏലിയൻസുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ആദ്യം സോൾജേഴ്സ് കുറെ ഏലിയൻസിനെ കൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞതും ഏലിയൻസ് സോൾജേഴ്സിനെ എല്ലാം കൊന്നുകളഞ്ഞു. അടുത്ത് ഭൂമിയിൽ ഒരു സ്കൂളിലെ രംഗമാണ് കാണിക്കുന്നത്. പ്രൊഫസർ മൈക്കിൾ ചരിത്രത്തിനെക്കുറിച്ചും യുദ്ധത്തിന്റെ പ്രാധാന്യത്തിനെക്കുറിച്ചുമൊക്കെ ക്ലാസ് എടുക്കുകയാണ്. എന്നാൽ സിനിമയിലെ പ്രധാന കഥാപാത്രമായ റിക്കോ അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ ഗേൾഫ്രണ്ടിന്റെ പടം വരയ്ക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് അവനും അവന്റെ ഗേൾഫ്രണ്ട് കാർമനും അവരുടെ മാത്സ് എക്സാമിന്റെ മാർക്ക് നോക്കാൻ പോയി. കാർമന് 97% മാർക്കുണ്ട്. അവൾക്ക് സ്പേസ്ഷിപ്പ് പറത്തുന്ന പൈലറ്റ് ആയിട്ട് ജോലി ചെയ്യാനാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അവൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും മാർക്ക് വാങ്ങിയത്. റിക്കോ വന്ന് നോക്കിയപ്പോ അവൻ ആകെ 35% മാർക്കേ ഉള്ളൂ. അത് കണ്ട് അവന്റെ ഫ്രണ്ട് കാൾ വന്ന് അവനെ കളിയാക്കി. ഡിസി എന്നൊരുത്തി സീക്രട്ട് ആയിട്ട് റിക്കോയെ സ്നേഹിക്കുന്നുണ്ട്. അത് കാളിനറിയാം. അതവൻ റിക്കോയുടെ അടുത്ത് പറഞ്ഞപ്പോ എനിക്ക് കാർമനെ തന്നെ മതിയെന്നാണ് റിക്കോ പറഞ്ഞത്. ശേഷം അടുത്ത ക്ലാസ് ലാബിലായിരുന്നു. ഏലിയൻസിന്റെ ആന്തരികാവയവങ്ങളെ കുറിച്ചാണ് ലാബിൽ ടീച്ചർ പഠിപ്പിക്കുന്നത്. റിക്കോ പുല്ലുപോലെ ഒരു ഏലിയനെ മൊത്തം വലിച്ചേറി. എന്നിട്ടുള്ളിലുള്ള ഓർഗൻസ് ഒക്കെ വലിച്ച് പുറത്തിട്ടു. പക്ഷേ കാർമൻ അത് കണ്ടപ്പോ വൊമിറ്റ് ചെയ്യാൻ തോന്നി. അന്ന് വൈകുന്നേരം അവൻ കാളിന്റെ അടുത്ത് പോയി. കാളിന് മറ്റുള്ളവരുടെ മൈൻഡ് റീഡ് ചെയ്യാനും മൈൻഡിലൂടെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. അതിലൂടെ മൃഗങ്ങളോട് പോലും അവന് സംസാരിക്കാൻ കഴിയും. കാളിനെ പോലെ അത്യധികം ബുദ്ധിയുള്ള അപൂർവം ചിലർക്ക് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ. അവൻ മൈൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് റിക്കോയെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും റിക്കോയ്ക്ക് അത് പറ്റുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ ഫുട്ബോൾ മത്സരമായിരുന്നു. ഓപ്പോസിറ്റ് ടീമില് സാൻഡർ എന്നൊരുത്തനുണ്ട്. അവൻ ഒരു സ്പേസ്ഷിപ്പിന്റെ പൈലറ്റ് ആണ്. മാച്ചിനിടയ്ക്ക് സാൻഡർ കാർമനുമായിട്ട് പഞ്ചാരയടിക്കാൻ ശ്രമിച്ചു. അത് കണ്ട് ദേഷ്യം വന്ന റിക്കോയ്ക്ക് മാച്ച് ജയിച്ചേ പറ്റൂ എന്ന വാശിയായി. പിന്നെ അവൻ ഭയങ്കര വയലന്റ് ആയിട്ടാണ് കളിച്ചത്. അങ്ങനെ അവന്റെ ടീം തന്നെ അവസാനം ജയിക്കുകയും ചെയ്തു. കാർമന് പൈലറ്റ് ആയിട്ട് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാനാണ് പ്ലാൻ. അതുകൊണ്ട് ഞാനും മിലിറ്ററിയിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് അവൻ വീട്ടിൽ ചോദിച്ചപ്പോ അവന്റെ പാരന്റ്സ് അവനെ കുറെ വഴക്ക് പറഞ്ഞു. കാരണം മിലിറ്ററി ഭയങ്കര ഡേഞ്ചറസ് ആയ ജോലിയാണ്. മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്ന ഭൂരിപക്ഷം പേരും കൊല്ലപ്പെടുകയാണ് പതിവ്. അവന്റെ പാരന്റ്സ് ആണെങ്കിൽ ഭയങ്കര റിച്ച് ആണ്. അതുകൊണ്ട് നമ്മൾ നിനക്ക് വലിയൊരു ബിസിനസ് ഇട്ട് തരാമെന്നാണ് പാരന്റ്സ് പറയുന്നത്. അവര് പറയുന്നതും ശരിയാണെന്ന് തോന്നിയ റിക്കോ പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്നാൽ അടുത്ത ദിവസം അവനൊരു പാർട്ടിക്ക് പോയപ്പോ കാർമൻ അവിടെ സാൻഡറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. ഇവള് മിലിറ്ററിയിൽ ജോയിൻ ചെയ്താൽ ഉറപ്പായും ഇവളെ സാൻഡർ തട്ടിയെടുക്കുമെന്ന് റിക്കോയ്ക്ക് തോന്നി. അതുകൊണ്ട് എന്തായാലും ഞാനും മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാമെന്ന് റിക്കോ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ അവൻ കാർമനെയും കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി. അവിടെ കാളും ഉണ്ടായിരുന്നു. കാൾ ഇന്റലിജൻസ് ഡിവിഷനിലാണ് അപ്ലൈ ചെയ്തത്. കാർമൻ പൈലറ്റ് ഡിവിഷനിലും. എന്നാൽ റിക്കോ അപ്ലൈ ചെയ്തത് മൊബൈൽ ഇൻഫെൻട്രിയിലാണ്. മൊബൈൽ ഇൻഫെൻട്രിയിലുള്ളവരാണ് ഏലിയൻസുമായിട്ട് യുദ്ധം ചെയ്യേണ്ടത്. ഇന്റലിജൻസ് ഡിവിഷനിലുള്ളവർക്ക് ഏതെങ്കിലും ലാബിൽ സേഫ് ആയിട്ട് ഇരുന്നാൽ മതി. അതുപോലെ പൈലറ്റുകളും പൊതുവെ സ്പേസ്ഷിപ്പിൽ സേഫ് ആയിരിക്കും. മൊബൈൽ ഇൻഫെൻട്രിയിൽ ജോയിൻ ചെയ്യുന്ന 99% പേരും റിട്ടയർ ആകുന്നതിന് മുൻപ് തന്നെ കൊല്ലപ്പെടും. ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയപ്പോ അവിടെ ഇരുന്നയാളും പണ്ട് മൊബൈൽ ഇൻഫെൻട്രിയിലായിരുന്നു. അയാൾക്ക് ഒരു കൈയും 2 കാലുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ റിക്കോ അതൊന്നും കണ്ട് പിന്മാറിയില്ല. അടുത്ത ദിവസം രാവിലെയാണ് ട്രെയിനിങ്ങിന് പോകേണ്ടതെന്ന് അയാൾ അറിയിച്ചു. അന്ന് വീട്ടിലെത്തിയപ്പോ അവന്റെ പാരന്റ്സ് അവനെ കുറെ വഴക്ക് പറഞ്ഞു. നീ അവളുടെ പിന്നാലെ പോയാൽ നിന്റെ ജീവിതം തന്നെ പാഴായി പോകുമെന്നാണ് അവന്റെ അമ്മ പറയുന്നത്. എന്നിട്ടും അത് കേൾക്കാതെ അവൻ വീട്ടിലെ നിറങ്ങി. അടുത്ത ദിവസം രാവിലെ റിക്കോയുടെ അടുത്ത് ബൈ പറഞ്ഞ് കാർമൻ ട്രെയിനിങ്ങിന് വേണ്ടി സ്പേസ് സ്റ്റേഷനിൽ പോയി. റിക്കോയ്ക്ക് ഭൂമിയിൽ തന്നെ ഒരു ആർമി ബേസിലായിരുന്നു ട്രെയിനിങ്. അവിടെ ജിം ആയിരുന്നു പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരുടെ ഇൻസ്ട്രക്ടർ. ആദ്യ ദിവസം തൊട്ട് തന്നെ വളരെ ക്രൂരമായ രീതിയിലായിരുന്നു ട്രെയിനിങ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റിക്കോയുടെ അതേ ബേസിൽ ഡിസിയും ജോയിൻ ചെയ്തു. അവള് വേറൊരു ബേസിൽ നിങ്ങോട്ട് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങി വന്നതാണ്. എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ജിമ്മ് ചോദിച്ചപ്പോ ഇതാണ് ഏറ്റവും നല്ല ബേസ് എന്ന് കേട്ടു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഡിസി പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ റിക്കോ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നേ.
അന്നുച്ചയ്ക്ക് ആഹാരം വാങ്ങാൻ ക്യൂ നിൽക്കുന്നതിനിടയിൽ എയ്സ് എന്നൊരുത്തൻ ഇടയ്ക്ക് കയറിയപ്പോ റിക്കോ അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. പക്ഷെ എയ്സ് തിരിച്ച് ദേഷ്യപ്പെടുന്നതിന് പകരം റിക്കോയുമായിട്ട് കൂട്ടാവുകയാണ് ചെയ്തത്. ഒരു ദിവസം കത്തിയെറിയുന്ന ട്രെയിനിങ്ങിനിടയ്ക്ക് തോക്ക് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നതെന്ന് എയ്സ് ചോദിച്ചു. അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ പണിഷ്മെന്റ് ആയിട്ട് സിം എയ്സിന്റെ കയ്യിൽ കത്തി എറിഞ്ഞു കൊടുത്തു. അന്ന് വൈകുന്നേരം ട്രെയിനിങ് കഴിഞ്ഞ് കുളിക്കുന്ന സമയം എല്ലാവരും മിലിറ്ററിയിൽ ജോയിൻ ചെയ്തതിന്റെ കാരണങ്ങൾ പരസ്പരം ഷെയർ ചെയ്തു. പക്ഷെ റിക്കോ മാത്രം അവന്റെ കാരണം പറഞ്ഞില്ല. അപ്പോൾ ഇവൻ ശരിക്കും ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തതെന്ന് ഡിസി പറഞ്ഞു കൊടുത്തു. അത് കേട്ട് ബാക്കി എല്ലാവരും റിക്കോയെ കളിയാക്കി. ശേഷം ഉറങ്ങുന്നതിന് മുന്നേ കാർമന് വേണ്ടി ഒരു വീഡിയോ മെസ്സേജ് റെക്കോർഡ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ അത് കണ്ടിട്ട് അവൾ നേരെ ട്രെയിനിങ്ങിന് പോയി. ഇന്ന് ആദ്യമായിട്ട് അവൾ ഒരു സ്പേസ് ഷിപ്പ് ഓടിക്കാൻ പോവുകയാണ്. അതിന്റെ സന്തോഷവും അവളുടെ മുഖത്തുണ്ട്. സ്പേസ് ഷിപ്പിന് 2 പൈലറ്റുകളുണ്ട്. അവളുടെ കൂടെയുള്ള പൈലറ്റ് സാൻഡ്ര ആയിരുന്നു. കാർമൻ ഈ സ്പേസ് ഷിപ്പിലാണെന്ന് അറിഞ്ഞിട്ട് അവൻ വേറൊരു സ്പേസ് ഷിപ്പിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി വന്നതാണ്. ആദ്യമായിട്ടാണ് സ്പേസ് ഷിപ്പ് പറത്തുന്നതെങ്കിലും ഇത്രയും നാളത്തെ ട്രെയിനിങ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തതുകൊണ്ട് അവള് വളരെ മികവോടെയാണ് സ്പേസ് ഷിപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ റിക്കോയും ഒട്ടും മോശമല്ല. പുതിയ ആൾക്കാരെയൊക്കെ 2 ടീമായിട്ട് പിരിച്ച് ഒരു മത്സരം നടത്തിയപ്പോ റിക്കോയുടെ ടീമാണ് ജയിച്ചത്. അതിൽ റിക്കോ തന്നെ ആയിരുന്നു ഏറ്റവും കേമൻ. അതുകൊണ്ട് സിം അവനെ അവന്റെ ബാച്ചിന്റെ ടീം ലീഡറാക്കി. കുറെ നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം രാത്രി കാർമന്റെ ഒരു മെസ്സേജ് കണ്ട് റിക്കോയുടെ ചങ്ക് തകർന്നു. അവിടെ പുതിയ ഒരുത്തിനെ കിട്ടിയപ്പോ കാർമൻ റിക്കോയുമായിട്ട് ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. അവൻ ശരിക്കും ഡിപ്രസ്ഡ് ആയി പോയി. അവൾ നിന്നെ തേക്കുമെന്ന് പണ്ട് അമ്മ പറഞ്ഞത് അപ്പോഴാണ് അവൻ ഓർക്കുന്നത്. അടുത്ത ദിവസം ശരിക്കുമുള്ള തോക്കുകൾ ഉപയോഗിച്ച് 2 ടീമായിട്ട് പിരിച്ച് വീണ്ടും മത്സരം നടത്തി. മത്സരത്തിനിടയിൽ ഒരു ടീംമേറ്റ് വന്ന് ഹെൽമെറ്റ് കേടായെന്ന് പറഞ്ഞപ്പോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി റിക്കോ ഹെൽമെറ്റ് ഊരി വാങ്ങിയതും അബദ്ധത്തിൽ ഓപ്പോസിറ്റ് ടീമിലെ ഒരു പെണ്ണ് ആ ടീംമേറ്റിന്റെ തലയിൽ വെടിവെച്ചു. അങ്ങനെ ആ ടീംമേറ്റ് കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം തന്നെ ആ പെണ്ണ് കുറ്റബോധം കാരണം ജോലി കളഞ്ഞിട്ട് പോയി. ശരിക്കുമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ട്രെയിനിങ്ങിനിടയ്ക്ക് ഇങ്ങനെ ഹെൽമെറ്റ് ഊരാൻ പാടില്ല. റിക്കോ ആ നിയമം തെറ്റിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് റിക്കോയുടെ ലീഡർ സ്ഥാനം മാറ്റി എയ്സിനെ ലീഡറാക്കി. എന്നിട്ട് റിക്കോയ്ക്ക് ചാട്ടവാറ് കൊണ്ട് അടിച്ച് പണിഷ്മെന്റും നൽകി. ഇവിടെ സ്പേസ് ഷിപ്പിൽ ഇപ്പോ ട്രെയിനിങ് കഴിഞ്ഞ് കാർമൻ ഒരു പൈലറ്റായി മാറി. സാൻഡ്രാണ് അവളുടെ കോ പൈലറ്റ്. അവര് 2 പേരും ഇപ്പോൾ ട്രൂ ലബ്ബാണ്. യാത്രക്കിടയിൽ ഒരു ഉൽക്ക സ്പേസ് ഷിപ്പിന് നേർക്ക് വന്നപ്പോ കാർമൻ അവളുടെ വളയ്ക്കാനുള്ള കഴിവുകൊണ്ട് സ്പേസ് ഷിപ്പിനെ വളരെ വിദഗ്ധമായിട്ട് വളച്ചു. അങ്ങനെ ഉൽക്കയിൽ നിന്നും മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അതുകണ്ട് സ്പേസ് ഷിപ്പിലുള്ള എല്ലാവരും കാർമനെ പ്രശംസിച്ചു. ഇവിടെ ബേസിൽ റിക്കോ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇറങ്ങുന്നതിന് മുന്നേ ആദ്യം അവൻ പാരന്റ്സിനെ വിളിച്ചു. ജോലി റിസൈൻ ചെയ്യുന്നുവെന്ന് കേട്ടതും പാരന്റ്സിന് ശരിക്കും സന്തോഷമായി. പക്ഷെ അവരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ എന്തോ കാരണത്താൽ പെട്ടെന്ന് സിഗ്നൽ കട്ടായി പോയി. ശേഷം ന്യൂസ് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഏലിയൻസ് അയച്ച ഒരു ഉൽക്ക റിക്കോയുടെ രാജ്യത്തിലാണ് വന്ന് വീണത്. അവന്റെ പാരന്റ്സ് അടക്കം പല ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെട്ടു. ഏലിയൻസിന്റെ പി എന്നൊരു ഗ്രഹത്തിൽ നിന്നുമാണ് ഈ ആസ്ട്രോയിഡ് വന്നത്. ഇതറിഞ്ഞതും നമുക്ക് ആ പ്ലാനറ്റിനെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കാമെന്ന് ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് തീരുമാനിച്ചു. പാരന്റ്സിനെ നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ ഇനി ജോലി രാജിവെക്കേണ്ടെന്ന് റിക്കോയും തീരുമാനിച്ചു. അടുത്ത ദിവസം മൊബൈൽ ഇൻഫൻട്രിയിൽ നിന്നും ഒരുപാട് സോൾജിയേഴ്സ് സ്പേസ് സ്റ്റേഷനിലെത്തി. അവിടെ വെച്ച് റിക്കോ തേപ്പ് വെട്ടിയെ കണ്ടു. അവളുടെ കൂടെ സാൻഡ്രുമുണ്ട്. അപ്പോ ഇവനാണ് കാരണമെന്ന് റിക്കോയ്ക്ക് മനസ്സിലായി. എങ്കിലും അവൻ ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും സാൻഡ്രു മൊബൈൽ ഇൻഫൻട്രിയെ കളിയാക്കി. ഉടനെ റിക്കോയ്ക്ക് ആകെ ദേഷ്യം വന്നു. അവൻ ഓടി ചെന്ന് സാൻഡ്രിനെ ഇടിച്ച് എച്ചിലാക്കി. അതായത് വഴിയെ പോയ അടി സാൻഡ്രു ഇരന്നു വാങ്ങി. ഇത് കണ്ടപ്പോ ഈ സീനാണ് എനിക്ക് ഓർമ്മ വന്നേ. അങ്ങനെ പോയാലോ? എനിവേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 കണക്കിന് സ്പേസ് ഷിപ്പുകൾ പ്ലാനറ്റ് പിയിലെത്തി. ഈ സ്പേസ് ഷിപ്പുകൾ നിലത്ത് ലാൻഡ് ചെയ്യത്തില്ല. അതിനു പകരം ഓരോ സ്പേസ് ഷിപ്പിലും ധാരാളം ചെറിയ ചെറിയ പേടകങ്ങളുണ്ട്. അതിലാണ് സോൾജേഴ്സ് ഒക്കെ താഴെ ഇറങ്ങുന്നത്. പക്ഷേ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ പ്ലാസ്മ ബീംസ് കൊണ്ട് ഏലിയൻസ് ആക്രമിക്കാൻ തുടങ്ങി. അതിൽ കുറെ പേടകങ്ങളും സ്പേസ് ഷിപ്പുകളും ഒക്കെ തകർന്നുപോയി. ബാക്കിയുള്ളവർ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. കാർമന്റെ സ്പേസ് ഷിപ്പിലും പ്ലാസ്മ ബീംസ് വന്ന് പതിച്ചു. ഇവിടെ നിലത്ത് റിക്കോയും ടീമും ചെന്ന് നോക്കിയപ്പോൾ വലിയ ഒരുതരം പ്രാണികളിൽ നിന്നുമാണ് പ്ലാസ്മ ബീംസ് പോകുന്നതെന്ന് മനസ്സിലായി. അവരാദ്യം ആ ഭീമൻ പ്രാണികളെ കൊന്നുകളഞ്ഞു. ഉടനെ ചിലന്തികളെ പോലത്തെ കുറെ പ്രാണികൾ ആക്രമിക്കാൻ വന്നു. അങ്ങനെ സോൾജേഴ്സും പ്രാണികളും തമ്മിൽ ഘോര യുദ്ധമായി. ഈ രംഗമാണ് നമ്മൾ ആദ്യം കണ്ടത്. എത്ര പ്രാണികളെ കൊന്നാലും വീണ്ടും കൂടുതൽ പ്രാണികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രാണികളുടെ എണ്ണം ഇത്രയേറെ കൂടുതലായതുകൊണ്ട് ഇനി ഏലിയൻസിനെ എതിർത്ത് നിൽക്കാൻ പറ്റില്ലെന്ന് സോൾജേഴ്സിന് മനസ്സിലായി. അതുകൊണ്ട് സോൾജേഴ്സ് മൊത്തം തിരിച്ച് സ്പേസ് ഷിപ്പിൽ പോകാൻ മിലിറ്ററി ജനറല് ഉത്തരവിട്ടു. അങ്ങനെ എല്ലാവരും തിരിച്ചോടാൻ തുടങ്ങി. അതിനിടയിൽ റിക്കോയെ ഒരു പ്രാണി ആക്രമിച്ചു. അവൻ ആ പ്രാണിയെ കൊന്നു. പക്ഷെ ഉടനെ അവനും ബോധം കെട്ട് വീണു.
അടുത്ത ദിവസം രാവിലെ തന്നെ ഭൂമിയിൽ പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തി. ശരിക്കും പ്ലാനറ്റ് പിയിൽ ഇത്രയേറെ ഏലിയൻസ് ഉണ്ടായിരിക്കുമെന്നോ ഏലിയൻസ് ഒക്കെ ഇത്രയും ഇന്റലിജന്റ് ആയിരിക്കുമെന്നോ മനുഷ്യരെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് എളുപ്പത്തിൽ അവയെ മൊത്തം അങ്ങ് നശിപ്പിച്ചു കളയാമെന്ന് കരുതി ഇന്നലെ അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്തത്. ഇനി എന്തായാലും ഏലിയൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാൽ മതിയെന്നാണ് പ്രസിഡന്റിന്റെ തീരുമാനം. ഇവിടെ കാർമന്റെ സ്പേസ്ഷിപ്പ് തകർന്നിട്ടില്ല. അവര് തിരിച്ച് ഭൂമിയിലെ സ്പേസ് സ്റ്റേഷനിലെത്തി. ഇന്നലെ മരിച്ചവരുടെ ലിസ്റ്റിൽ റിക്കോയുടെ പേര് കണ്ടതും എന്തിനാണെന്നറിയില്ല കാർമൻ ഒരുപാട് വിഷമമായി. പക്ഷെ അത് വെറും ഒരു മിസ്ഇൻഫർമേഷൻ മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ റിക്കോയ്ക്ക് കാര്യമായിട്ടൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവൻ ബേസിൽ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ്. ഇന്നലെ ബോധം കെട്ട് വീണപ്പോ മൈക്കിളാണ് അവനെ രക്ഷിച്ചത്. സംഭവം പ്രൊഫസർ ജോലി കളഞ്ഞിട്ട് അയാൾ മിലിറ്ററിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അയാളിപ്പോ മറ്റൊരു ടീമിന്റെ ലെഫ്റ്റനന്റ് ആണ്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞതും റിക്കോയും അവന്റെ ഫ്രണ്ട്സും മൈക്കിളിന്റെ ടീമിൽ ജോയിൻ ചെയ്തു. റഫ്നെക്സ് എന്നാണ് ഈ ടീമിന്റെ പേര്. മൊബൈൽ ഇൻഫൻട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ടീമാണ് റഫ്നെക്സ്. കാരണം ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്കൊന്നും ചാകാൻ പോലും യാതൊരു മടിയും പേടിയുമില്ല. അടുത്ത ദിവസം ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് റഫ്നെക്സിനെ മിലിറ്ററി ജനറൽ പ്ലാനറ്റ് പിയിലേക്ക് അയച്ചു. അവര് ചെന്ന് ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഏലിയൻസിനെ നിസ്സാരമായിട്ട് കൊന്നുകളഞ്ഞു. ശേഷം ഇനി കുഴികളിൽ ഒളിച്ചിരിക്കുന്ന ഏലിയൻസിനെയും കൂടെ കണ്ടുപിടിച്ച് കൊല്ലണമെന്ന് മൈക്കിൾ പറഞ്ഞു. അങ്ങനെ ഓരോ കുഴികളിലും ചെന്ന് ബോംബുകൾ ഇടാൻ തുടങ്ങി. അതിനിടയിൽ ഒരു കുഴിയിൽ നിന്നും ദിനോസറിന്റെ അത്ര വലിപ്പമുള്ള ഒരു പ്രാണി കയറി വന്നു. അതിന് തലയിൽ നിന്നും തീ തുപ്പാനുള്ള കഴിവുണ്ട്. എല്ലാവരും ചെന്ന് പാറകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്നു. എന്നാൽ റിക്കോ ആണെങ്കിൽ അതിന്റെ തലയിൽ ചാടി കയറിയിട്ട് തലയിൽ വെടിവെച്ചു. എന്നിട്ട് ആ വെടികൊണ്ട ദ്വാരത്തിലൂടെ ഒരു ഗ്രനേഡ് ഇട്ടുകൊടുത്തു. സെക്കൻഡുകൾക്കുള്ളിൽ ആ പ്രാണി പൊട്ടിത്തെറിച്ചു. അങ്ങനെ റിക്കോ ഒറ്റയ്ക്ക് നിസ്സാരമായിട്ട് അതിനെ കൊന്നുകളഞ്ഞു. അത് കണ്ട് റിക്കോയെ മൈക്കിൾ പ്രൊമോട്ട് ചെയ്തു. ഇപ്പൊ മൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ ഒരു സെർജന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റിക്കോയ്ക്കാണ് പവർ. അന്ന് വൈകുന്നേരം റഫ്നെക്സ് ഒരിടത്ത് ക്യാമ്പ് കൂട്ടി. എല്ലാവരും ഡാൻസ് കളിക്കുന്ന സമയം ഡിസ് വന്ന് ഡാൻസ് കളിക്കാൻ റിക്കോയെ വിളിച്ചു. പക്ഷെ അവൻ പോയില്ല. അത് കണ്ടപ്പോൾ മൈക്കിള് റിക്കോർഡെടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഡിസി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവളുടെ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. നമ്മളെ സ്നേഹിക്കുന്നവരെ അകറ്റി നിർത്തിയാൽ പിന്നെ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും സ്നേഹം കിട്ടില്ലെന്നാണ് മൈക്കിള് പറഞ്ഞത്. അങ്ങനെ അയാളുടെ ഉപദേശം കേട്ട് അവൻ ഡിസിയുടെ അടുത്ത് ചെന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അതോടെ അവര് തമ്മിൽ പ്രണയത്തിലായി. അടുത്ത ദിവസം രാവിലെ സമീപത്തൊരു ലാബിൽ നിന്നും അവർക്കൊരു എമർജൻസി കോള് വന്നു. അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറക്കുന്ന ഒരു ഏലിയൻ വന്ന് സർജന്റിനെ തൂക്കിയെടുത്തോണ്ട് പോയി. അവൻ കിടന്നലറുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് മൈക്കിൾ ഒരു സ്നൈപ്പർ എടുത്ത് അവനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണമെന്നാണ് മൈക്കിള് പറയുന്നേ. അതുമാത്രമല്ല, ഇനി എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും എന്നെയും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നും അയാൾ പറഞ്ഞു. ഇപ്പോൾ സർജന്റ് ഇല്ലാത്തത് കൊണ്ട് റിക്കോയെ അയാൾ സർജന്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. ശേഷം കുറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ആ ലാബിലെത്തി. അവിടെ മനുഷ്യരുടെ മൃതദേഹങ്ങൾ മാത്രമേയുള്ളൂ. ലാബിന്റെ മധ്യത്തിലായിട്ട് വലിയൊരു കുഴി കണ്ടപ്പോൾ ഇതുവഴിയായിരിക്കും ഏലിയൻസ് വന്ന് ആക്രമിച്ചതെന്ന് മനസ്സിലായി. മൃതദേഹങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എല്ലാവരുടെയും തലയിൽ ദ്വാരമുള്ളത് ശ്രദ്ധിച്ചു. ഏലിയൻസ് ഈ മനുഷ്യരുടെയൊക്കെ തലച്ചോറിനെയെല്ലാം ആ ദ്വാരങ്ങൾ വഴി വലിച്ചൂറ്റിയെടുത്തിരിക്കുകയാണ്. പക്ഷെ അതെന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഒരു ക്യാബിനറ്റിനകത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു. തുറന്നു നോക്കിയപ്പോൾ അത് ഈ ബേസിലെ ക്യാപ്റ്റനാണ്. തലച്ചോറ് മുഴുവൻ ഊറ്റിയെടുക്കുന്നതിന് മുന്നേ മനുഷ്യരുടെ തലച്ചോറ് കൺട്രോൾ ചെയ്ത് ഏലിയൻസ് ആണ് നേരത്തെ എമർജൻസി കോൾ ചെയ്തതെന്ന കാര്യം ക്യാപ്റ്റൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് ഏലിയൻസിന്റെ ഒരു ട്രാപ്പ് ആയിരുന്നുവെന്ന് മൈക്കിളിന് മനസ്സിലായി. ഉടനെ ലാബിന് ചുറ്റും ചിലന്തി പോലത്തെ ഏലിയൻസ് വന്ന് വളഞ്ഞു. ലാബിന് ചുറ്റും വലിയ മതിലുണ്ട്. നേരത്തെ കണ്ട കുഴിയും അവരിപ്പോ മൂടി. അതുകൊണ്ട് ഏലിയൻസിന് പെട്ടെന്ന് ലാബിന്റെ കോമ്പൗണ്ടിനകത്ത് കയറാനാകില്ല. അങ്ങനെ ആദ്യം അവർ ഏലിയൻസിനെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും നേരത്തെ കണ്ടതുപോലത്തെ പറക്കുന്ന ഏലിയൻസ് വരാൻ തുടങ്ങി. പിന്നെ കളി ആകെ മാറി. സോൾജേഴ്സ് ഓരോരുത്തരായിട്ട് മരിച്ചു വീഴാൻ തുടങ്ങി. ഫൈറ്റിനിടയിൽ റിക്കോ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച് സഹായം തേടി. ശേഷം പതിയെ ചിലന്തി ഏലിയൻസ് ഒക്കെ മതില് കയറി വരാൻ തുടങ്ങി. ഒരുപാട് സോൾജേഴ്സ് കൊല്ലപ്പെട്ടു. വെടിവെച്ച് അവസാനം അവരുടെ ബുള്ളറ്റ്സ് തീരാറായതും റെസ്ക്യൂ പേടകം വന്നു. ഉടനെ തീ തുപ്പുന്ന ഒരു ഏലിയൻ അടിയിൽ നിന്നും കയറി വന്നു. അത് മൈക്കിളിനെ പിടിച്ച് രണ്ടായിട്ട് വലിച്ചു കയറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ മൈക്കിള് റിക്കോർഡ് എടുത്ത് പറഞ്ഞു. കൂടുതലൊന്നും ആലോചിക്കാതെ റിക്കോ മൈക്കിളിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ആ സമയം ഡിസി ഒരു ഗ്രനേഡ് എടുത്ത് ഏലിയന്റെ വായിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ ഏലിയൻ പൊട്ടിച്ചിതറി. പക്ഷെ അവസാനം എല്ലാവരും പേടകത്തിൽ കയറിയതും ഒരു ചിലന്തി ഏലിയൻ വന്ന് ഡിസിയെ കൊന്നുകളഞ്ഞു. തൊട്ടു പിന്നാലെ മറ്റൊരു വലിയ ഏലിയൻ വന്നതും അവര് വേഗം പേടകം ലോഞ്ച് ചെയ്തു. കാർമനും സാൻഡ്രുമാണ് ആ പേടകം ഓടിക്കുന്നത്. റിക്കോയെ കണ്ടതും കാർമന് സമാധാനമായി. ശേഷം സ്പേസ്ഷിപ്പിൽ എത്തിയപ്പോ ഡിസിയെ ആദരപൂർവ്വം പെട്ടിയിലാക്കിയിട്ട് അവളെ സ്പേസിലേക്ക് റിലീസ് ചെയ്തു. സ്പേസ്ഷിപ്പിൽ കാളും ഉണ്ടായിരുന്നു. അവനിപ്പോ മിലിറ്ററിയിലെ വളരെ ഉയർന്ന ഒരു റാങ്കിൽ എത്തിയിരിക്കുകയാണ്. റിക്കോയെയും കാർമനെയും കണ്ടപ്പോ അവന് ശരിക്കും സന്തോഷമായി.
പ്ലാനറ്റ് പിയിൽ ഏലിയൻസിന്റെ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഏതോ ഒരു ഏലിയനുണ്ട്. ആ ഏലിയനെ പിടികൂടിയാൽ ബഗ്സിനെ കുറിച്ചുള്ള സീക്രട്സ് ഒക്കെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും ഉടനെ സോൾജേഴ്സിനെ പ്ലാനറ്റ് പിയിലേക്ക് അയച്ച് ആ ബ്രെയിൻ ഏലിയനെ ജീവനോടെ പിടികൂടാനാണ് മിലിറ്ററിയുടെ പ്ലാൻ. അതിനുവേണ്ടി നാളെ തന്നെ ഒരു വൻ പടയെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ കാൾ എല്ലാ കാര്യങ്ങളും റിക്കോയ്ക്കും കാർമനും പറഞ്ഞുകൊടുത്തു. എന്നിട്ട് റിക്കോയെ റഫ്നെക്സിന്റെ ലെഫ്റ്റനന്റ് ആയിട്ട് പ്രൊമോട്ടും ചെയ്തു. ശേഷം അടുത്ത ദിവസം ഒരു വൻ പട പ്ലാനറ്റ് പിയിൽ ചെന്നിറങ്ങി. റിക്കോ അവന്റെ ടീമിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനിടയിൽ ഏലിയൻസ് പ്ലാസ്മ ബീംസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിലൊന്ന് കാർമന്റെ സ്പേസ്ഷിപ്പിലാണ് ചെന്ന് പതിച്ചത്. അങ്ങനെ അവളുടെ സ്പേസ്ഷിപ്പ് തകർന്നുപോയി. എല്ലാവരും വേഗം എസ്കേപ്പ് പോഡുകളിൽ കയറി രക്ഷപ്പെടാൻ അവൾ ഷിപ്പിലുള്ളവർക്ക് മെസ്സേജ് നൽകി. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ചിലരൊക്കെ അപകടങ്ങളിൽപ്പെട്ട് കൊല്ലപ്പെടുന്നുണ്ട്. ഭാഗ്യത്തിന് കാർമനും സാൻഡറും കൂടെ ഒരു എസ്കേപ്പ് പോഡിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ കുറച്ചു ദൂരം എത്തിയതും എസ്കേപ്പ് പോഡിൽ തീ പിടിച്ചു. അവസാനം അത് വന്ന് വലിയൊരു ഗുഹയിൽ ക്രാഷ് ലാൻഡ് ചെയ്തു. ഈ ഗുഹയിലാണ് ബ്രെയിൻ ഏലിയൻ ഉള്ളത്. ഏതാനും ചില നിമിഷങ്ങൾക്കകം തന്നെ അവരെ കുറെ ചിലന്തി ഏലിയൻസ് വന്ന് വളഞ്ഞു. കാർമൻ ഉടനെ റിക്കോയെ വിളിച്ചിട്ട് ഞങ്ങൾ ഗുഹയിലുണ്ടെന്നും ഞങ്ങളെ കുറെ ഏലിയൻസ് വന്ന് വളഞ്ഞുവെന്നും അറിയിച്ചു. എന്നിട്ട് ഏലിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ ഏലിയൻസിനെ വെടിവെച്ചിട്ടു. പക്ഷെ എത്ര കൊന്നൊടുക്കിയിട്ടും കാര്യമില്ല. കാരണം അത്രയേറെ കൂടുതലായിരുന്നു ഏലിയൻസിന്റെ എണ്ണം. അങ്ങനെ അവസാനം അവരെ ഏലിയൻസ് പിടികൂടി. ഇവിടെ നമുക്ക് അവരെ രക്ഷിക്കാൻ പോകാമെന്ന് എയ്സ് പറഞ്ഞു. എന്നാൽ അവരെ ഇപ്പോൾ തന്നെ ഏലിയൻസ് വളഞ്ഞുവെങ്കിൽ പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും തീർച്ചയായും ഏലിയൻസ് അവരെ കൊന്നിട്ടുണ്ടായിരിക്കുമെന്നാണ് റിക്കോ കരുതുന്നത്. അതുകൊണ്ട് ആവേശം പിടിച്ച് ധൃതിയിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് റിക്കോ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഏലിയൻസ് അവരെ കൊന്നിട്ടുണ്ടായിരുന്നില്ല. ബ്രെയിൻ ഏലിയന് വേണ്ടി അവർ ഏലിയൻസിനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞതും റിക്കോയും ടീമും ബ്രെയിൻ ഏലിയനെ തേടി ഗുഹയിലെത്തി. കുറെ ഉള്ളിലോട്ട് കയറിയപ്പോൾ 2 വഴികൾ കണ്ടു. അതിൽ ഇടതുവശത്തെ വഴിയിലൂടെ പോകണമെന്നാണ് ഉത്തരവ്. പക്ഷേ വലതുവശത്തിലൂടെ പോയാൽ കാർമിനെ രക്ഷിക്കാമെന്ന് അവന്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ അവന് തോന്നി. അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഇടതുവശത്തിലൂടെ പറഞ്ഞയച്ചിട്ട് എയ്സിനെയും വേറൊരുത്തനെയും വിളിച്ചുകൊണ്ട് റിക്കോ വലതുവശത്തിലൂടെ പോയി. ഇവിടെ കാർമിനും സാൻഡറും നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചു കഴിഞ്ഞതും ബ്രെയിൻ ഏലിയൻ വന്നു. അതിനെ കണ്ട് അവരാകെ പേടിച്ചുപോയി. അത് പുഴുവിന്റേതുപോലത്തെ രൂപമുള്ള വളരെ വലിയൊരു ജീവിയാണ്. അത് വന്ന് ട്യൂബ് പോലത്തെ പല്ലുകൊണ്ട് സാൻഡറിന്റെ തലയിൽ കുത്തി. എന്നിട്ട് അവന്റെ തലച്ചോറിനെ ഊറ്റിയെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നേരത്തെ കണ്ട മനുഷ്യരുടെ തലയിൽ ദ്വാരങ്ങൾ വീണതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാഗ്യത്തിന് അവനെ കൊല്ലുന്നതിന് മുന്നേ അവൻ അവൾക്കൊരു കത്തി കൊടുത്തിരുന്നു. അവനെ കൊന്ന ശേഷം അത് കാർമിനെ കൊല്ലാൻ വന്നതും അവൾ ആ കത്തി കൊണ്ട് ഏലിയന്റെ പല്ലിനെ അങ്ങ് വെട്ടിക്കളഞ്ഞു. അത് കിടന്ന് പുളയാൻ തുടങ്ങി. എന്നിട്ട് ദേഷ്യത്തിൽ അവളെ കൊല്ലാൻ ഓടി വന്നതും അവിടെ റിക്കോയും കൂട്ടരുമെത്തി. അവന്റെ ഒരു ബോംബ് ഇരിപ്പുണ്ട്. നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഇത് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് റിക്കോ ഏലിയൻസിനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ആരും ആക്രമിക്കരുതെന്ന് ബ്രെയിൻ ഏലിയൻ പറഞ്ഞു. അങ്ങനെ കാർമൻ ഏലിയൻസിന്റെ രക്ഷപ്പെട്ടു. ബ്രെയിൻ ഏലിയൻ ആണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി മറുവശത്തിലൂടെ പോയി. അപ്പോൾ മറുവശത്തിൽ എല്ലാവരും തയ്യാറായി നിന്നോ. ബ്രെയിൻ ഏലിയൻ ഉടനെ മറുവശത്തെത്തുമെന്ന് റിക്കോ മറ്റു സോൾജേഴ്സിന് മുന്നറിയിപ്പ് നൽകി. ബ്രെയിൻ ഏലിയൻ അവിടെ നിന്നും പോയതും ചിലന്തി ഏലിയൻസ് ഒക്കെ അവരെ ആക്രമിക്കാൻ ഓടി വന്നു. 4 പേരും കൂടി ഏലിയൻസിനെ തിരിച്ചാക്രമിച്ചു. അതിനിടയിൽ ഒരു സോൾജിയറിന് മാരകമായ പരിക്കേറ്റു. ഇനി അവൻ എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ റിക്കോയുടെ കയ്യിൽ നിന്നും ബോംബ് വാങ്ങിയിട്ട് നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. വേറെ നിവർത്തിയില്ലെന്ന് മനസ്സിലാക്കി ബാക്കി 3 പേരും വേഗം അവിടുന്ന് പുറത്തേക്ക് ഓടി. അവര് പോയതും അവൻ ആ ബോംബ് പൊട്ടിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ചിലന്തി ഏലിയൻസും ചത്തൊടുങ്ങി. പക്ഷെ ആ വിസ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി കല്ലുകൾ വീണ് ബ്ലോക്ക് ആയി പോയി. അവസാനം എയ്സും കാർമനും റിക്കോയും മറ്റൊരു വഴി കണ്ടുപിടിച്ച് പുറത്തു വന്നപ്പോഴേക്കും സോൾജേഴ്സ് എല്ലാം സന്തോഷത്തോടെ ആഹ്ലാദിക്കുന്നതാണ് കണ്ടത്. നോക്കിയപ്പോൾ സോൾജേഴ്സ് ബ്രെയിൻ ഏലിയനെ പിടികൂടിയിരിക്കുന്നു. കാൾ ഏലിയന്റെ അടുത്ത് വന്ന് അതിന്റെ മൈൻഡ് വായിച്ചു നോക്കി. അപ്പോ അത് ശരിക്കും പേടിച്ചിരിക്കുകയാണെന്ന് കാളിന് മനസ്സിലായി. ശേഷം റിക്കോ വന്ന് കാളിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് നേരത്തെ ഗുഹയിൽ വെച്ച് വലതുവശത്തിലൂടെ പോകാൻ റിക്കോയുടെ അടുത്ത് പറഞ്ഞത് യഥാർത്ഥത്തിൽ കാൾ ആയിരുന്നുവെന്ന് മനസ്സിലായത്. ഈ സംഭവത്തിന് ശേഷം പിന്നെ റിക്കോയും എയ്സും വളരെ ഫേമസ് സോൾജേഴ്സ് ആയി. അവർക്ക് ഒരുപാട് അവാർഡ്സ് ഒക്കെ നൽകി. കാർമൻ ആണെങ്കിൽ ഒരു സ്പേസ്ഷിപ്പിന്റെ ക്യാപ്റ്റനുമായി. സയന്റിസ്റ്റുകളാണെങ്കിൽ ബ്രെയിൻ ഏലിയനെ ക്രൂരമായ പരീക്ഷണങ്ങളിലൂടെ പഠനം നടത്താനും തുടങ്ങി. എന്തായാലും ഏലിയൻസുമായിട്ടുള്ള യുദ്ധം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനിയും ഏലിയൻസിന്റെ പല ഗ്രഹങ്ങളും ബാക്കിയുണ്ട്. ഇനി ഈ ബ്രെയിൻ ഏലിയനിലൂടെ ഏലിയൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ മനുഷ്യർക്ക് ഏലിയൻസിനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ അവസാനം കുറെ സ്പേസ്ഷിപ്പുകൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്ന ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.